തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ്, അതായത് നാളെ തുറക്കാനിരിക്കുന്ന KN ബാലഗോപാലിന്റെ ബജറ്റ് പെട്ടിയിൽ എന്തെല്ലാം ഉണ്ടാകുമെന്നറിയാൻ കാത്തിരിക്കുകയാണ് കേരളം. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിൽ തുടർഭരണം ലക്ഷ്യമിട്ട് ജനക്ഷേമ പദ്ധതികളുടെ കൂമ്പാരം തന്നെ കാണുമോ, അതോ സാമ്പത്തിക ഞെരുക്കം ബജറ്റിലും പ്രതിഫലിക്കുമോ? ക്ഷേമ പെൻഷൻ കൂട്ടുമോ, ശമ്പള പരിഷ്കരണവും പെൻഷൻ പദ്ധതികളും എല്ലാം ബജറ്റിൽ ഇടം പിടിക്കുമോ എന്നെല്ലാമാണ് ഇനി സാധാരണക്കാരായ നമ്മൾ ഓരോരുത്തർക്കും അറിയാനുള്ളത്. ക്ഷേമ പെൻഷനിൽ ഗിമ്മിക്കുകൾക്കില്ല എന്ന് ധനമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞതാണ്. അതിനിടയിൽ എല്ലാ പ്രതിസന്ധികൾക്കിടയിലും കേരളം ഉയർന്ന സാമ്പത്തിക വളർച്ച കൈവരിച്ചു എന്ന് വ്യക്തമാക്കുന്നതാണ് സഭയുടെ മേശപ്പുറത്ത് ഇന്ന് വെച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. സാമ്പത്തിക അവലോകന റിപ്പോർട്ട് നൽകുന്ന സൂചനകൾ എന്ത്? തുടർഭരണം ലക്ഷ്യമിട്ടൊരു ജനകീയ ബജറ്റ് പ്രതീക്ഷിക്കാമോ? ആദ്യം കാണാം RDX റാപ്പ്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിന് മുന്നോടിയായാണ് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ധനമന്ത്രി മേശപ്പുറത്ത് വെച്ചത്. കേരളം സർവ്വമേഖലകളിലും ഉയർന്ന വളർച്ച കൈവരിച്ചതായി സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. GSDP 6.19% വളർന്നു. മൊത്തം ആഭ്യന്തര ഉൽപാദനം 9.3% നിന്ന് 9.97%. എന്നാൽ ധനക്കമ്മിയും റവന്യൂ കമ്മിയും കൂടി. ഉയർന്ന പ്രതിശീർഷ വരുമാനമുള്ള ഇന്ത്യയിലെ 10 സംസ്ഥാനങ്ങളിൽ കേരളവും ഉൾപ്പെടുന്നു. പ്രതിശീർഷ വരുമാനം ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേന്ദ്രത്തിൽ നിന്നുള്ള സാമ്പത്തിക സഹായത്തിൽ 6.15% കുറവും രേഖപ്പെടുത്തി. പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ദുർബലരമായവരുടെ ക്ഷേമത്തിന് സംസ്ഥാനം പ്രതിജ്ഞാബദ്ധമാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ ജനപ്രിയ പദ്ധതികളാകും ഇത്തവണ ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെടുകയെന്നാണ് പ്രതീക്ഷ. വികസനവും ക്ഷേമ പ്രവർത്തനവുമാണ് ലക്ഷ്യമിടുന്നതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ തന്നെ വ്യക്തമാക്കി. കേന്ദ്രം ഫണ്ട് വെട്ടിക്കുറച്ചിട്ടും സാമ്പത്തികമായി കേരളം മുന്നേറി. ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ ഗിമ്മിക്കിനില്ല. നികുതി വർധനവുണ്ടാകില്ല. സർക്കാർ ഉദ്യോഗസ്ഥർ നിരാശപ്പെടേണ്ടി വരില്ലെന്നും ബജറ്റ് പ്രതീക്ഷകൾ പങ്കുവയ്ക്കവേ ധനമന്ത്രി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. RDX റാപ്പ്, ന്യൂസ് മലയാളം. സംസ്ഥാനം തിരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോവാണ്. ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ ബജറ്റാണ്. ജനപ്രിയമാകുമോ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഡേറ്റകൾ പരിശോധിച്ചാൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ തന്നെ നിർണായക പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുണ്ട്. തുടർഭരണം ലക്ഷ്യമിട്ട് അടുത്ത സാമ്പത്തിക വർഷത്തേക്കാകെയുള്ള ബജറ്റാകും KN ബാലഗോപാൽ അവതരിപ്പിക്കുക. ശമ്പള പരിഷ്കരണം, പുതിയ ക്ഷേമ പെൻഷൻ പദ്ധതി, അതേപോലെ ക്ഷേമ പെൻഷനിലെ വർധന പ്രഖ്യാപനം, ഇതൊക്കെയും പ്രതീക്ഷിക്കുന്നുണ്ട് നാളത്തെ ബജറ്റിൽ. സർക്കാരിന്റെ നേട്ടങ്ങളും പദ്ധതികളും ഒക്കെ അക്കമിട്ട് നിരത്തുന്നതാകും ഈ ബജറ്റ് പ്രഖ്യാപനങ്ങളെന്നും പ്രതീക്ഷിക്കുന്നു. അതിനൊപ്പം സംസ്ഥാനത്തിന്റെ മൊത്തം വരുമാനത്തിലും വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. 2024-25 സാമ്പത്തിക വർഷത്തിൽ GSDP 9.97% ഉയർന്ന കാര്യവും മന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. പ്രതിശീർഷ ഉൽപാദനം 1.90 ലക്ഷം രൂപയായി. മുൻ വർഷം അത് 1.79 ലക്ഷം രൂപയായിരുന്നുവെന്നും ഇന്ന് സമർപ്പിച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കേന്ദ്രത്തിൽ നിന്നുള്ള സാമ്പത്തിക സഹായത്തിൽ 6.15% കുറവുണ്ടെന്നും സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പറയുന്നു. അതിനൊപ്പം റവന്യൂ വരുമാനം വർഷാവസാനം വർദ്ധിക്കുന്നുണ്ട്. തനത് വരുമാനം 2.7% വർദ്ധിച്ചെന്നും ഈ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. തനത് നികുതി വരുമാനത്തിൽ 3.1% വർധന, നികുതിയേതര വരുമാനത്തിൽ 1% വർധനവുണ്ടെന്നും സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പറയുന്നു. ഇനി 2024-25 മൊത്തം ചെലവിൽ 9% വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുന്നേറ്റം 2023-24 0.5% വളർച്ചയിൽ നിന്നും കൂടിയിട്ടുണ്ട് എന്നും പറയുന്നു. അതിനൊപ്പം മൂലധന ചെലവിൽ 8.96% വർധനവ് രേഖപ്പെടുത്തിയെന്നും സാമ്പത്തിക റിപ്പോർട്ടിലുണ്ട്. സംരംഭങ്ങളുടെ വർഷം 3.0 എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ക്യാമ്പയിൻ വഴി 1.17 ലക്ഷം പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞുവെന്നും റിപ്പോർട്ടിലുണ്ട്. 7,799 കോടി രൂപയുടെ പുതിയ നിക്ഷേപം വന്നു. പദ്ധതിയിൽ 2.5 ലക്ഷം തൊഴിലവസരം സൃഷ്ടിച്ചു എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. 94.92 ലക്ഷം കുടുംബങ്ങൾക്ക് റേഷൻ കാർഡ് ഉറപ്പാക്കിയിട്ടുണ്ട്. K-ഫോണിന് 1.13 ലക്ഷം കണക്ഷനുകൾ നൽകിയെന്നും സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലുണ്ട്. കേരളത്തിൽ റോഡ് ശൃംഖല 1.97 ലക്ഷം കിലോമീറ്ററിലേക്ക് വളർന്നു. അതിനൊപ്പം NH ഭൂമി ഏറ്റെടുക്കൽ, അതേപോലെ വാട്ടർ മെട്രോ, കൊച്ചി മെട്രോ, കൊച്ചി വിമാനത്താവളം എന്നിവയൊക്കെയും നേട്ടങ്ങളായി സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ എണ്ണി പറയുന്നുണ്ട്. പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം എന്നും പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഒന്നും ഇല്ലാത്ത വർഷങ്ങളായിരുന്നു എന്നും ധനമന്ത്രി പറയുന്നു. ലൈഫ് പദ്ധതിയിൽ 4,71,442 വീടുകൾ നിർമ്മിച്ചെന്നും ധനമന്ത്രി
പറയുന്നുണ്ട്. SC കുടുംബങ്ങൾക്കായി 1,25,360 വീടുകൾ നിർമ്മിച്ചു. 45,976 ST കുടുംബങ്ങൾക്കും വീട് നൽകിയെന്നും സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പറയുന്നു. പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളാണ് നമ്മൾ പരിശോധിച്ചത്. ഇതെല്ലാം ഇതിലും കൂടുതൽ കാര്യങ്ങൾ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ബജറ്റ് നാളെയാണ്. ഹർഷൻ, ഇപ്പോൾ നമ്മൾ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കണ്ടു. സർക്കാരിൻ്റെ അവസാനത്തെ ബജറ്റാണ്. നേരത്തെ ഒരു മിനി ബജറ്റ് അവതരിപ്പിച്ചിരുന്നു, തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപായി അവതരിപ്പിച്ചിരുന്നു. ഇനി തിരഞ്ഞെടുപ്പിലേക്ക്, ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. പറയുന്ന പോലെ നേട്ടങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പം ലൈഫ് മിഷൻ പദ്ധതിയാകട്ടെ, ഈ വൈദ്യുതി ഇല്ലാത്ത 10 വർഷങ്ങൾ, വൈദ്യുതി ഉള്ള 10 വർഷങ്ങൾ, അതായത് പവർ കട്ട് ഇല്ലാത്ത 10 വർഷങ്ങളായിരുന്നു. അടിസ്ഥാന സൗകര്യത്തിൻ്റെ കാര്യത്തിൽ മുൻപെങ്ങുമില്ലാത്ത വികസനം ഉണ്ടായ 10 വർഷമാണ്. അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതിനൊപ്പം തന്നെ ഭരണവിരുദ്ധ വികാരം അടക്കം നിലനിൽക്കുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായ ചെറിയതെങ്കിലും ഒരു തിരിച്ചടി നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ എന്തൊക്കെ പ്രതീക്ഷിക്കണം? ഈ ബജറ്റിൽ, നാളത്തെ ബജറ്റിൽ ജനപ്രിയ ബജറ്റായിരിക്കുമോ? തീർച്ചയായും. ഇപ്പം ബജറ്റിൻ്റെ മറ്റു ചർച്ചകളിലേക്ക് കടക്കുന്നതിന് മുൻപ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ധനമന്ത്രി KN ബാലഗോപാലിനെ കുറിച്ചാണ്. അദ്ദേഹം അധികാരം ഏൽക്കുമ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, അതിനു മുമ്പ് ഒന്നാം സർക്കാർ LDF സർക്കാർ വരുന്നു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് ഈ ക്ഷേമ പദ്ധതികൾക്ക് വലിയ ഊന്നൽ കൊടുക്കുന്നു, വികസന പദ്ധതികൾക്ക് ഊന്നൽ കൊടുക്കുന്നു, കൂടുതൽ ഈ തരത്തിലുള്ള ഭൂമി ഏറ്റെടുക്കലുകളൊക്കെ ആരംഭിക്കുകയും അത്തരം പ്രവർത്തികളിലേക്ക് കടക്കുകയൊക്കെ ചെയ്യുന്നു. ഹൈവേക്ക് വലിയ തുക അനുവദിക്കുന്നു, കിഫ്ബി വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളിലൂടെ കടന്ന് സാമ്പത്തികമായ നിരന്തര പരീക്ഷണങ്ങൾക്കാണ് ആ ഘട്ടത്തിൽ സംസ്ഥാനം വേദിയായത്. ആ പരീക്ഷണങ്ങളാണ് ധനമന്ത്രി തോമസ് ഐസക്കിൻ്റെ നേതൃത്വത്തിലാണ് ആ പരീക്ഷണങ്ങളെല്ലാം ആ ഘട്ടത്തിൽ നടന്നത്. അതിനുശേഷം രണ്ടാം സർക്കാരിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കുന്നത് എന്താണ്? ഗണ്യമായി കേന്ദ്ര പങ്കാളിത്തം, കേന്ദ്രത്തിൻ്റെ സഹായം എന്ന മട്ടിലല്ല പറയേണ്ടത്, കേന്ദ്രത്തിൻ്റെ പങ്ക് ഗണ്യമായി വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മാത്രമല്ല, അപ്പോഴേക്ക് തുടങ്ങി വെച്ച പദ്ധതികളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യം ധനമന്ത്രിയുടെ ചുമലിൽ വന്നു ചേരുന്നു, ഈ സർക്കാരിൻ്റെ ചുമലിൽ വന്നു ചേരുന്നു. രണ്ടാം സർക്കാർ ലഭിക്കും എന്ന് എത്ര പേർ ഇടതുമുന്നണിയിൽ തന്നെ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആ സമയത്ത് സംശയമുണ്ടല്ലോ. എന്തായാലും അത് കേരളത്തിൻ്റെ ഒരു പതിവല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു ഉറച്ച പ്രതീക്ഷയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ രണ്ടാം സർക്കാരിലേക്ക് തന്നെ വരികയാണ്. കേരളത്തിൽ ആകെപ്പാടെ ഒരു സർവേ മാത്രമാണ് ഇടതുമുന്നണി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് അന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഇടതുമുന്നണി വീണ്ടും വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുന്നു. അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പക്ഷേ ഈ ബാധ്യതകൾ മുഴുവൻ പേറേണ്ടി വരുന്നു. അത് KN ബാലഗോപാലിനെ പോലെ ഒരു ധനകാര്യമന്ത്രി എത്ര ഗംഭീരമായാണ് കൈകാര്യം ചെയ്തത് എന്നത് നമുക്ക് കാണാതെ പോയിക്കൂടാ. കാരണം എല്ലാ വർഷവും 2 തവണയെങ്കിലും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങളുടെ തലക്കെട്ടായി കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ, കേരളം ഇതാ പൂട്ടാൻ പോകുന്നു, ട്രഷറി അടച്ചു പൂട്ടാൻ പോകുന്നു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, നാളെ ഇനി കേരളം എങ്ങോട്ട് പോകും എന്നുള്ള മട്ടിലുള്ള തലക്കെട്ടുകൾ നിരന്തരം വന്നുകൊണ്ടിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിലും അത്തരമൊരു പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം കൂപ്പുകുത്തിയില്ല. ക്രമാനുഗതമായ വളർച്ച സംസ്ഥാനത്തിന് ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ കേരളത്തിൻ്റെ ധനക്കമ്മിയൊക്കെ കൂടി നിൽക്കുകയാണ്, മറ്റു കാര്യങ്ങളും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെയല്ല, പക്ഷേ വളർച്ച മറ്റു പല തലത്തിലും ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഇപ്പോൾ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിച്ചു, ഈ ഘട്ടത്തിൽ തനത് വരുമാനം വർദ്ധിച്ചു. കേന്ദ്രത്തിൻ്റെ സഹായം ഇപ്പോൾ കണ്ടില്ലേ, 6.1% കേന്ദ്രത്തിൻ്റെ സഹായം കുറഞ്ഞപ്പോഴും സംസ്ഥാനം അതിൻ്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കുകയും ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രതിശീർഷ വരുമാനം, ഏറ്റവും മികച്ച പ്രതിശീർഷ വരുമാനമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം മാറി. ആദ്യത്തെ 10ലാണ് കേരളം ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു മാറ്റവും അത് ആ നിലയ്ക്ക് നിലനിർത്തിക്കൊണ്ട് പോകാനും ഈ ധനകാര്യ മാനേജ്മെൻറ്റിന് കഴിഞ്ഞു എന്നുള്ളത് അംഗീകരിക്കുക തന്നെ വേണം. അക്കാര്യത്തിൽ മറ്റ് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ വല്ലാതെ അങ്ങ് പ്രതീക്ഷിക്കാവുന്ന ഒരു തലമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ പറഞ്ഞതുപോലെ പണപ്പെരുപ്പത്തിൻ്റെ സാഹചര്യമുണ്ട്. പ്രാദേശികമായി ഉള്ള ഇത് സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ ആളുകൾ മറ്റ് പല തൊഴിലും ചെയ്യുമെങ്കിലും തൊഴിലില്ലായ്മ എന്നത് പൊതുവായി പരിശോധിക്കുമ്പോൾ, അതായത് അഭ്യസ്ത വിദ്യർക്കെല്ലാം തൊഴിലുണ്ടോ എന്ന് ചോദിച്ചാൽ തൊഴിലില്ല എന്ന കണക്ക്, അത് കേരളത്തിലെ ക്രൈം റേറ്റ് പോലെ കണക്ക് കൂട്ടുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണ് നൊഴിലില്ല എന്ന് പറയും. എന്നാൽ ഏറ്റവും അധികം പുറത്തു നിന്ന് ആളുകൾ തൊഴിൽ തേടി വരുന്ന ഒരു സംസ്ഥാനം കേരളമാണ് എന്നുള്ള കൗതുകം കൂടിയുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ കണക്കുകൾ വെച്ച് പറയുമ്പോൾ ഉള്ള ചില പ്രശ്നങ്ങൾ ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിലും ആത്യന്തികമായി ഈ സാമ്പത്തിക മാനേജ്മെൻറ്റ്, ഈ 5 വർഷത്തെ സാമ്പത്തിക മാനേജ്മെൻറ്റ് നല്ലതായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ബജറ്റാണ്, ഈ സർക്കാർ കാലത്തുള്ള അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ബജറ്റാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ആ നിലയ്ക്ക് എന്തായിരിക്കും അദ്ദേഹം തന്നെ പറഞ്ഞു, ഇന്നിപ്പം ന്യൂസ് മലയാളത്തോട് അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ, അതായത് അങ്ങനെ ഭയങ്കര ഗിമ്മിക്കുകളൊന്നും കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് ബജറ്റ് എന്ന മട്ടിൽ ഉള്ള ചില പ്രഖ്യാപനങ്ങളുണ്ടാവും, ചില സൂചനകളൊന്നും ഇപ്പം എന്തായിരിക്കും ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് കടക്കുമ്പോൾ എങ്ങനെയായിരിക്കും സർക്കാർ പ്രവർത്തിക്കുക എന്നുള്ളതിൻ്റെ സൂചന ഇപ്പം നമ്മൾ RDX നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വന്നല്ലോ, മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വന്നല്ലോ. അതായത് കേന്ദ്ര സർക്കാർ എഴുതിത്തള്ളാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ കടങ്ങൾ, മുണ്ടക്കൈ ചൂരൽമലയിലുള്ള ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ ഇപ്പോൾ കേരയിൽ എന്നത്
പദ്ധതി ഉപേക്ഷിക്കുന്നു, പക്ഷേ അതിന് പകരം അതിവേഗ റെയിൽപാത വേറെ പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള നടപടികളിലേക്ക് കിടക്കുകയാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ സർക്കാർ വന്നതിന് ശേഷം, സർക്കാർ എപ്പോഴും ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കും. അതായത് ഞങ്ങൾ വാഗ്ദാനം നൽകിയാണല്ലോ, ഒരു പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്നു. ആ പ്രകടന പത്രികയ്ക്ക് ഗൗരവം കൊടുത്തുകൊണ്ട് ആ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്നതിൻ്റെ കണക്ക് നിങ്ങൾക്ക് മുന്നിൽ ഇതാ അവതരിപ്പിക്കുന്നു. ഇതാണ് എപ്പോഴും ഇടതുമുന്നണി പറയാറ്. ഇപ്പോഴും അത് പറഞ്ഞ് പൂർത്തിയാക്കി പോകണമെങ്കിൽ ക്ഷേമ പെൻഷൻ ഇനിയും വർദ്ധിപ്പിക്കണം. കാരണം മറ്റ് പ്രഖ്യാപിച്ച എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നടപ്പാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഇത് 2500 ആക്കുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നില്ല 2500 ആക്കും എന്നെനിക്ക് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഒരു വർധന ഉണ്ടാകും. ഇപ്പോൾ 1800 ആക്കി അവിടുന്ന് ഒരു വർധന ഉണ്ടാകും. ജനങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു നിൽക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം എന്താണ്, ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ സഹായം അടക്കം, കേന്ദ്രത്തിൻ്റെ പങ്ക് അടക്കം വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് ആ നിലയ്ക്കൊക്കെ തൽക്കാലം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് വേണമെങ്കിൽ പറയാം. സർക്കാർ ജീവനക്കാരുടെ DA റിവിഷൻ ഉണ്ടാവാനുള്ള സാധ്യത എല്ലാം ഉണ്ട്. മാത്രമല്ല ചില ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്നത് ഒരുപക്ഷെ പെൻഷൻ പദ്ധതി പഴയ രീതിയിലാക്കിയേക്കുമെന്നാണ്. അതിന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആക്കുമെന്ന്. പക്ഷേ പല ചർച്ചകളിലും ഞാൻ ആ രീതിയിൽ കണ്ടു. പെൻഷൻ പഴയ രീതിയിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ടെന്ന്. അതൊരു അധിക ബാധ്യത ഉണ്ടാക്കി വെക്കുന്നതാണ്. തുടർന്ന് അങ്ങോട്ടുള്ള പോക്കിൽ കൂടുതൽ ബാധ്യത ഉണ്ടാക്കി വെക്കാതിരിക്കാനായിരിക്കും നോക്കുക. അതുപോലെ ഈ സിൽവർ ഇക്കോണമിയെക്കുറിച്ച് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് സർക്കാർ. ആ രീതിയിലുള്ള, അതായത് സീനിയർ സിറ്റിസൻസിനെ, പ്രായമായവർ കൂടുതലുള്ള സംസ്ഥാനമാണ് കേരളം. അത് വേറെ പ്രത്യേകിച്ച് മറ്റു കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല, പ്രായമായ ആളുകൾ. കാരണം ഇവിടെ ഏറ്റവും ആളുകളുടെ ആയുർദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള സംസ്ഥാനം കേരളമാണ് എന്ന് മാത്രമല്ല, അത് അമേരിക്കയേക്കാൾ പോലും മുന്നിലാണ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ പരിഹസിക്കും. പക്ഷേ സത്യം അതാണ്, അത് അംഗീകരിച്ചേ മതിയാവും. അപ്പോൾ ആയുർദൈർഘ്യം കൂടുതലുള്ള സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അതിനെ സാമ്പത്തികമായി ഇത് പ്രയോജനപ്പെടുത്താവുന്ന ഒരു തലം എവിടെയാണ് എന്നുള്ളത് പരിശോധിക്കുന്ന ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ടൂറിസവുമായി ബന്ധപ്പെടുത്തി അതിനെ എങ്ങനെ പരുവപ്പെടുത്തി എടുക്കാം എന്നുള്ളത് ആലോചിക്കുന്നുണ്ട്. പിന്നെ സ്പെൻഡിങ് കപ്പാസിറ്റി ഉള്ളവരാണ് ഇവിടുത്തെ പ്രായമായവർ. കാരണം ഇപ്പോൾ പെൻഷൻ, ഇത്രയും പെൻഷൻ എല്ലാവർക്കും ഈ സാമൂഹ്യക്ഷേമ പദ്ധതിയിലൂടെ പെൻഷൻ കിട്ടുന്ന ഇന്ത്യയിലൊരു സംസ്ഥാനം വേറെയില്ല. അപ്പോൾ ഇവിടെയുള്ള പ്രായമായ ആളുകൾക്ക് സ്പെൻഡിങ് കപ്പാസിറ്റി ഉണ്ട്. ആ നിലയ്ക്കുള്ള സാമ്പത്തികമായ ഒരു സ്വാതന്ത്ര്യം പ്രായമായവർക്കുണ്ട്. അതിനെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ തീർച്ചയായും ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. പിന്നെ ഈ വീട്ടമ്മമാർക്കുള്ള പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളുണ്ടല്ലോ, 35 വയസ്സിന് മുകളിലുള്ള വീട്ടമ്മമാർക്കുള്ള പെൻഷൻ അടക്കമുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങളിലേക്ക് കൂടുതൽ സജീവതയോടെ കടക്കും. അതിനൊക്കെയുള്ള ഫണ്ട് മാറ്റിവെക്കുന്ന നടപടികളിലേക്ക് പോകും എന്നാണ്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട്. വിഴിഞ്ഞത്തെയൊക്കെ ഉദാഹരണമാക്കി എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ചില കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഒരു ബാലൻസ്ഡ് ബജറ്റ് ആയിരിക്കാനാണ് സാധ്യത. ഒരു ജനപ്രിയ, കാരണം നമ്മൾ രാവിലെ ന്യൂസ് മലയാളത്തോട് മന്ത്രി സംസാരിക്കുമ്പോഴും പറഞ്ഞു ജനപ്രിയ ബജറ്റ് ആയിരിക്കുമോ എന്ന ചോദ്യത്തിന് ജനപ്രിയ ബജറ്റ് തന്നെ ആയിരിക്കും, ഞങ്ങൾ ഏതാണ് ജനപ്രിയമല്ലാത്ത ബജറ്റ് അവതരിപ്പിച്ചെന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത്. അപ്പം ജനപ്രിയ ബജറ്റ് തന്നെ ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ പെൻഷനിൽ, ക്ഷേമ പെൻഷനിലൊക്കെ ഒരു ചെറിയെങ്കിലും ഒരു വർധന ഉണ്ടാകുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം മിനി ബജറ്റ് നമുക്ക് പറയാമല്ലോ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നടത്തിയ ആ മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനങ്ങളൊക്കെ. പക്ഷേ അത് 62 ലക്ഷം വീടുകളിലേക്കാണ് 2000 രൂപ എത്തുന്നത്. പക്ഷേ അത് ഒരു തരത്തിലും ഒരു ഡിസാസ്റ്റർ ആയിരുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ച്. അത് ഒരു ഗുണവും ചെയ്തില്ല ആ പാർട്ടിക്ക് എന്നുള്ളത് സത്യമാണ്. ഇനിയിപ്പം ചെയ്യുകയാണെങ്കിൽ തന്നെ അടുത്തൊരു തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഇനി ഈ നാളത്തിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടെങ്കിൽ തന്നെ അതിനെ CPM-ന്റെ മിഷനറികൾ പ്രവർത്തിക്കണം, ഇത് ആളുകളിലേക്ക് എത്തിക്കണം. അല്ലെങ്കിൽ അതിനകത്ത് അങ്ങനെ താൽക്കാലികമായി ഇതിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എന്ന നിലയ്ക്ക് മാത്രം വർദ്ധിപ്പിക്കുന്നതിനെ കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ പെട്ടെന്ന് അതങ്ങ് എടുക്കുന്നുമില്ല. അതുകൊണ്ടാണല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് നമ്മൾ കണ്ടത്. അതുകൊണ്ട് ആ മട്ടിലായിരിക്കില്ല ഈ ബജറ്റ് ഒരു പക്ഷേ തയ്യാറാക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടൊരു ഈ രൂപ വർദ്ധിപ്പിച്ചത് അത് ഇത്തവണ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ GDP-യിൽ നമുക്ക് നല്ല വളർച്ചയുണ്ട്, 2-3 ഇരട്ടി വർദ്ധിച്ചു. പക്ഷെ കടത്തിന് ഒരു പ്രശ്നമില്ല, കടം കുറയ്ക്കാനുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല. അതിന്റെ സാമ്പത്തിക ശാസ്ത്രം, കടം എന്നത് നിങ്ങളെ നിരന്തരം നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഒന്നാമത് ഈ രാജ്യത്തിന് ഇതിനേക്കാൾ വലിയ കടമുണ്ട്. അമേരിക്കയ്ക്ക് ഇതിനേക്കാൾ വലിയ കടമുണ്ട്. ഈ കടം എന്ന് പറയുമ്പോൾ നമ്മൾ ആ കടത്തെ കണക്ക് കൂട്ടുന്നത്, അതിനകത്തൊരു പ്രശ്നം ഞാൻ പറയാം. നമ്മൾ ഈ കടത്തെ കണക്ക് കൂട്ടുന്നത് എങ്ങനെയാണെന്നറിയാവോ? അപ്പുറത്തെ വീട്ടിലെ നാരായണൻ ചേട്ടന്റെ വീട്ടിൽ നിന്ന് ഞാൻ മേടിച്ച 20 രൂപ എന്ന മട്ടിലാണ് ഈ കടത്തെ കണക്ക് കൂട്ടുന്നത്. ഈ കട ആ കടമല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. ബാക്കി നമുക്ക് സംസാരിക്കാൻ സമയമില്ല. അപ്പോ നമുക്ക് ചുരുക്കത്തിൽ പറയാൻ, KN ബാലഗോപാൽ പ്രസംഗത്തിനപ്പുറം പ്രവർത്തിയിൽ വിശ്വസിക്കുന്ന ഒരു ധനകാര്യ മാനേജ്മെന്റ് വിദഗ്ധനാണെന്ന് തന്നെയാണ് കഴിഞ്ഞ 5 വർഷത്തെ കേരളത്തിന്റെ അനുഭവം. ഫണ്ടുകളൊക്കെ തടഞ്ഞുവെച്ചും കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചും ഒക്കെയുള്ള കേന്ദ്ര സർക്കാരിന്റെ ഞെരുക്കത്തിനിടയിലും ട്രപ്പീസ് കളിക്കാരനെ പോലെ വരവും ചെലവും കടവും ഒക്കെ ബാലൻസ് ചെയ്യും വിധം ബജറ്റുകൾ അവതരിപ്പിക്കാൻ KN ബാലഗോപാൽ ഇതുവരെ സാധിച്ചിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ക്ഷേമ പെൻഷനുകൾ മുടങ്ങാതെ നൽകാനും അതേപോലെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയെ താങ്ങി നിർത്താനും അടിസ്ഥാന സൗകര്യ വികസന
വികസനത്തിനും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഒക്കെ എവിടെ നിന്നൊക്കെയോ പണം വീതിച്ച് നൽകി ആഭ്യന്തര നികുതി വരുമാനം ഉയർത്താനായതിൽ വിമർശനവും പ്രശംസയും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇത്തവണ എന്തായാലും നികുതി വർധനവ് ഉണ്ടാകില്ല എന്നും ധനമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് അവതരിപ്പിക്കുന്ന ഈ സർക്കാരിന്റെ അവസാന ബജറ്റിൽ എന്തെല്ലാം കരുതി വച്ചിട്ടുണ്ട് എന്നറിയണമെങ്കിൽ നമ്മൾ നാളെ രാവിലെ വരെ കാത്തിരിക്കണം. RDX ചർച്ച ചെയ്യുന്ന അടുത്ത വിഷയത്തിൽ